നമസ്കാരം. A1 വാർത്തയിലേക്ക് സ്വാഗതം. തിരുമേനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഇന്ന് നടന്ന പ്രവേശനോത്സവ ദിനത്തിൽ ടി.ഐ. മധുസൂദനൻ MLA സുവർണ ജൂബിലിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. തിരുമേനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. അനുബന്ധിച്ചുള്ള ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനവും പ്രവേശനോത്സവവും ഇവിടെ നടത്തപ്പെടുകയാണ്. നമുക്ക് യോഗം ആരംഭിക്കാം. ആദ്യമായി ഈശ്വര പ്രാർത്ഥന. ടി.ഐ. മധുസൂദനൻ MLA ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഒരു മുഹൂർത്തമാണ് സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ടുള്ള ഈ ഒരു സന്ദർഭം നല്ല തിരിച്ചറിവോടുകൂടി നമ്മൾ ഈ തുടക്കം കുറിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം. സ്കൂള് കടന്നു വന്നിട്ടുള്ള വഴികളെക്കുറിച്ച് ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് അലക്സാണ്ടർ മാഷ് സൂചിപ്പിച്ചിട്ടുണ്ട്. സ്വാഗതം പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിൻസിപ്പളും ആ കാര്യങ്ങളിലേക്ക് കടന്നിട്ടുണ്ട്. ഞങ്ങളൊക്കെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരായിട്ട് കഴിഞ്ഞുകൊണ്ടിരുന്നൊരു കാലത്ത് ഏറ്റവും ബുദ്ധിമുട്ടോടുകൂടി വന്നുപോയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ തിരുമേനി ഹൈസ്കൂൾ എന്ന് പറയുന്നത്. ഇവിടെ വന്നാൽ പിന്നെ അന്ന് തിരിച്ചു പോകാൻ പറ്റില്ല. ഞാനിപ്പോഴും ഓർമ്മിക്കുന്നുണ്ട്, നമ്മുടെ റേഷൻ കട നടത്തുന്ന ശ്രീ വിജയൻ, അന്ന് ഞങ്ങളൊക്കെ വരുമ്പോൾ അദ്ദേഹം കാത്തിരിക്കും, ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തരും. അന്നത്തെ ഞങ്ങളുടെ കണ്ണിലുള്ള തിരുമേനി സ്കൂളല്ല ഇപ്പോഴുള്ള ഈ സ്കൂൾ. വലിയ നിലയിൽ ഇതിൻ്റെ പൊതുവിലുള്ള സൗകര്യങ്ങളിൽ നല്ല വികസനം, നല്ല പുരോഗതി ഈ ഒരു കാലയളവിൽ നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വളരെ പ്രകൃതി മനോഹരമായി ഈ ചെറുപുഴ പഞ്ചായത്തിലെ സ്കൂളുകൾ എടുത്താൽ ഏറ്റവും സൗകര്യപ്രദവും ഏറ്റവും പ്രകൃതി. പഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ അധ്യക്ഷത വഹിച്ചു. ആണ്ടിലാണ് ചെറുപുഴ പഞ്ചായത്ത് നിലവിൽ വന്നത്. ഇന്ന് പഞ്ചായത്ത് പരിധിയിലുള്ള പ്രദേശങ്ങളിൽ വിദ്യാഭ്യാസ വിപ്ലവം എന്ന് പറയാവുന്ന വിധത്തിലുള്ള സംഭവങ്ങൾ നടന്ന 3 വർഷങ്ങളാണുള്ളത്. ഒന്ന് 1974, 2 UP സ്കൂളുകൾ നമ്മുടെ ഈ മേഖലയിൽ സർക്കാർ ഉടമസ്ഥതയിൽ ആരംഭിച്ചു. രണ്ടാമത്തത് 1991. 4 ഹൈസ്കൂളുകൾ, 1 സ്വകാര്യ മേഖലയിലാണെങ്കിൽ 3 സർക്കാർ മേഖലയിൽ 3 സ്കൂളുകൾ അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടു, ഹൈസ്കൂളുകളായി അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടു. തിരുമേനിയും പ്രാപ്പോയിലും കോഴിച്ചാലും. UP സ്കൂളുകളായി 74 നിലവിൽ വന്നത് തിരുമേനിയും കോഴിച്ചാലുമാണ്. 1998
ഇവിടെയുള്ള എല്ലാ ഗവൺമെന്റ് സ്കൂളുകളും ഗവൺമെന്റ് ഹൈസ്കൂളുകളും ഹയർ സെക്കൻഡറികളായി മാറി. തിരുമേനി, പ്രാപ്പോയിൽ, കോഴിച്ചാൽ, തൊട്ടടുത്ത വർഷം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ആയി പുളിങ്ങോം. സ്കൂളിലെ ആദ്യ അധ്യാപിക ലീല ടീച്ചറെ ചടങ്ങിൽ ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം എം രാഘവൻ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ജോയ്, പഞ്ചായത്ത് അംഗം KD പ്രവീൺ, KM ഷാജി, ഫാദർ ഡോൺ ബോസ്കോ, പ്രിൻസ് വെള്ളക്കട, KM രാജേന്ദ്രൻ, KK സുകുമാരൻ, ടിമ്മി എലിപ്പുലിക്കാട്ടിൽ, ജോർജ് മുള്ളൻമട, KM വിജോ, സ്മിത ഷൈജു, G പ്രദീപ് കുമാർ, സ്കൂൾ പ്രിൻസിപ്പൽ ബിജു ജോസഫ്, മുഖ്യാധ്യാപകൻ K പ്രസാദ് എന്നിവർ പ്രസംഗിച്ചു. ഒരു വിപുലമായ ഓണാഘോഷവും ഡിസംബർ 28 പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമവും, അതേപോലെ അടുത്ത ഫെബ്രുവരി മാസത്തിലെ സമാപന സമ്മേളനവും സ്മരണിക പ്രകാശനവും ഒരു ഗേറ്റ് സ്കൂളിന് സമർപ്പിക്കുന്ന ചടങ്ങും അങ്ങനെ കുട്ടികളുടെ കലാപരിപാടികളും ഒക്കെയാണ് നമ്മൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഏതായാലും നമ്മൾ സുവർണ ജൂബിലി വർഷത്തിലേക്ക് ഇന്ന് കടക്കുകയാണ്. അപ്പൊ ഈ വർഷം നടത്തുന്ന എല്ലാ പരിപാടികളും എന്നിവയിൽ വിജയം വരിച്ച കുട്ടികളെ ആദരിക്കുന്നു. ഏറ്റവും സന്തോഷപ്രദമായ കാര്യം, നമ്മൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മൈക്ക് സെറ്റ് 1993-94 SSLC ബാച്ച് സ്കൂളിന് നൽകിയ മൈക്ക് സെറ്റ് MLA ഏറ്റുവാങ്ങി. KK ജോയ് സുവർണ ജൂബിലി പരിപാടികൾ വിശദീകരിച്ചു. ഓണക്കാലത്ത് നാട്ടുകാരെ മുഴുവൻ പങ്കെടുപ്പിച്ചുള്ള ഓണാഘോഷവും 2025 ജനുവരിയിൽ സമാപന സമ്മേളനവും നടക്കും. ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് 7 വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന Z മൊബൈൽ നവീകരിച്ച ഷോപ്പിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഐഫോൺ, സാംസങ്, റെഡ്മി, റിയൽമി, OnePlus, IQ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ EMI സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക്. മൊബൈൽ ആക്സസറീസ്, സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായവ ലഭ്യമാണ്. കാലത്തിന്റെ ആധുനികതയ്ക്കൊപ്പം ചെറുപുഴയെ നയിക്കുന്ന Z മൊബൈൽ, അമ്പലം റോഡ്, ചെറുപുഴ. ഫോൺ 92077577.